10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 2ാം അധ്യായം ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന കഥയിൽ നിന്നുള്ള സ്കാഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ഇവ സംബന്ധിച്ച ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ നമ്പർ 1. What was the topic that came up for discussion between the doctor and his friends? ഡോക്ടറും ഫ്രണ്ട്സും ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു? ആൻസർ: The topic of their discussion was snakes. പാമ്പുകളായിരുന്നു അവരുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, ചർച്ചാ വിഷയം. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഇസ് ദി എക്സ്പ്രഷൻ എ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? കഥയിൽ കോബ്രയെ വിശേഷിപ്പിക്കുന്ന ഒരു ഫ്രേസാണിത്. എന്താണ് എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ: ഇറ്റ് എക്സ്പ്രസസ് ദാറ്റ് ദ കോബ്ര വാസ് വെരി ഹെൽത്തി, യങ് ആൻഡ് വെനമസ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ കോബ്ര വളരെ ഹെൽത്തി ആയിരുന്നു, യങ് ആയിരുന്നു, ആൻഡ് വെനമസ്, വളരെ പോയിസണസ് ആയിരുന്നു, വിഷമുള്ളതായിരുന്നു. നമ്പർ 3. ദ സൗണ്ട് വാസ് എ ഫാമിലിയർ വൺ. വാട്ട് വാസ് ദ സൗണ്ട്? കഥയിൽ പറയുന്നുണ്ട് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കേട്ട ശബ്ദം വളരെ ഫെമിലിയർ ആയിരുന്നു, പരിചിതമായിരുന്നു. എന്തായിരുന്നു പരിചിതമായ ആ സൗണ്ട്? ആൻസർ: ദ സൗണ്ട് ക്രിയേറ്റഡ് ബൈ റാറ്റ്സ്. എലികൾ ഉണ്ടാക്കുന്ന ശബ്ദം. നമ്പർ 4. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. കഥയിലെ മറ്റൊരു പരാമർശമാണിത്. അക്കാലത്ത് ഞാൻ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. പിക്ക് ഔട്ട് ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് ടു ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഡോക്ടറുടെ ഈ പരാമർശത്തെ സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സെന്റൻസുകൾ, എക്സ്പ്രഷൻസ് കഥയിൽ നിന്ന് എഴുതുക. ആൻസർ: ഹി ലുക്ക്ഡ് ഇൻടു ദ മിറർ. ഹി ടുക്ക് ദ കോം ആൻഡ് റാൻ ഇറ്റ് ത്രൂ ഹിസ് ഹെയർ. അദ്ദേഹം കണ്ണാടി നോക്കിയിരുന്നു, ചീർപ്പെടുത്ത് മുടിയിലൂടെ ഓടിച്ച് സൗന്ദര്യം ആസ്വദിച്ച് മുടിയെല്ലാം ചീകി ഒതുക്കിയിരുന്നു, തുടങ്ങിയ പരാമർശങ്ങൾ. നമ്പർ 5. What are the 2 important and earth-shaking decisions that it takes while looking into the mirror? കണ്ണാടി നോക്കുമ്പോൾ ഡോക്ടർ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എർത്ത് ഷേക്കിംഗ്, വളരെ സീരിയസ് ആയിട്ടുള്ളതുമായ തീരുമാനങ്ങൾ, 2 തീരുമാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണ്? ആൻസർ: The important decision is that he will shave daily and grow a thin mustache to look more handsome. താൻ കൂടുതൽ സൗന്ദര്യമുള്ളവനായി കാണപ്പെടുന്നതിന് വേണ്ടി നിത്യേന ഷേവ് ചെയ്യും, എ തിൻ മസ്റ്റാഷ് ഗ്രോ ചെയ്യും, ഒരു നേരിയ മീശ വയ്ക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. ദി എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ ഈസ് ദാറ്റ് ഹി വിൽ കീപ് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. ആകർഷണീയമായ ഒരു പുഞ്ചിരി എപ്പോഴും മുഖത്ത് സൂക്ഷിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ 2ാമത്തെ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, സീരിയസ് ഡിസിഷൻ. നമ്പർ 6. Again came that noise from above. കഥയിൽ നിന്നുള്ള ഒരു പരാമർശമാണ്. വീണ്ടും അതേ ശബ്ദം മുകളിൽ നിന്ന് വന്നു. Did the doctor pay much attention to the noise? കേട്ട ആ നോയ്സ്, ശബ്ദത്തോട് ഡോക്ടർ കാര്യമായിട്ട് ശ്രദ്ധിച്ചുവോ? അതിനെ പരിഗണിച്ചുവോ? വൈ? എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ആൻസർ: he did not pay any attention to the noise. കേട്ട ശബ്ദം അദ്ദേഹം ശ്രദ്ധിച്ചതേയില്ല. ബിക്കോസ്, കാരണം, he knew that it was created by rats. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് എലികൾ ഉണ്ടാക്കുന്ന ശബ്ദമാണെന്ന്. മാത്രമല്ല, and he was familiar with such noise. അത്തരം ശബ്ദങ്ങൾ അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. നമ്പർ 7. What kind of a woman does the doctor want to marry? Why? ഏത് തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയെയാണ് അദ്ദേഹം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? ആൻസർ: he wants to marry a rich woman doctor with good medical practice. നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള, റിച്ച് ആയിട്ടുള്ള ഒരു വുമൻ ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണം എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. She should also be fat. അവൾ നല്ല തടിയുള്ള ഒരു സ്ത്രീ, ഒരു ഫാറ്റ് ആയ സ്ത്രീ കൂടി ആയിരിക്കണം. ബിക്കോസ്, അതിനുള്ള കാരണം, if he made a silly mistake and he needed to run away from her, അദ്ദേഹം എന്തെങ്കിലും അബദ്ധം ചെയ്ത് അവളിൽ നിന്ന് ഓടി മാറണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ, she should not be able to chase and catch him. അവൾക്ക് അദ്ദേഹത്തിന്റെ പിന്നാലെ ചേസ് ചെയ്ത് പിറകെ ഓടി അദ്ദേഹത്തെ പിടിക്കാൻ സാധ്യമാകരുത്. അത്തരത്തിൽ ഓടാൻ കഴിയാത്ത വിധം ഫാറ്റ് ആയിരിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. What happened when the doctor was sitting on his chair? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡോക്ടർ കസേരയിൽ ഇരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആൻസർ: he heard a dull thud as if a rubber tube had fallen down to the ground. തറയിലേക്ക് ഒരു റബ്ബർ ട്യൂബ് വീഴുന്ന പോലുള്ള ഒരു തഡ്, വീഴുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. But he did not take it serious. എന്നാൽ അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. After a while, a fat snake wriggled over the back of the chair and landed on his shoulder. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫാറ്റ് സ്നേക്ക്, നല്ല തടിയുള്ള ഒരു പാമ്പ്, റിഗിൾഡ്,
ഇഴഞ്ഞ് വളഞ്ഞ് പുളഞ്ഞ് കസേരയ്ക്ക് പിറകിലൂടെ വന്ന് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ, തൻ്റെ ചുമലിൽ പതിച്ചു. നമ്പർ 9. How did the doctor react when the snake landed on him? പാമ്പ് തൻ്റെ മേൽ പതിച്ചപ്പോൾ ഡോക്ടർ എങ്ങനെയാ പ്രതികരിച്ചത്? ആൻസർ: He did not jump, did not tremble, or he did not cry out. അദ്ദേഹം ചാടി എണീറ്റില്ല, ട്രംബിൾ പേടിച്ച് വിറച്ചില്ല, did not cry out അദ്ദേഹം നിലവിളിച്ചില്ല. He sat still, അനങ്ങാതെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. നമ്പർ 10. Why did the doctor sit in the chair like a stone image in flesh? എന്തുകൊണ്ടാണ് ഡോക്ടർ ഒരു മനുഷ്യനാണെങ്കിലും, ഇൻ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിലും ഒരു സ്റ്റോൺ ഇമേജ്, കൽപ്രതിമ പോലെ അനങ്ങാതെ ഇരുന്നത്? ആൻസർ: The cobra coiled around his left arm and stayed only 3 or 4 inches away from his face, spreading its hood. പാമ്പ് തൻ്റെ ഇടത് കൈയിൽ ചുറ്റിയിരിക്കുകയാണ്, മാത്രമല്ല അതിൻ്റെ പത്തി വിടർത്തി, സ്പ്രെഡിങ് ഇറ്റ്സ് ഹുഡ് മീൻസ് പത്തി വിടർത്തിക്കൊണ്ട് ഡോക്ടറുടെ മുഖത്ത് നിന്ന് 3-4 ഇഞ്ച് മാത്രം അകലെയാണ് അത് നിൽപ്പുറപ്പിച്ചിരിക്കുന്നത്. ഇഫ് യു മൂവ് ഇറ്റ് വുഡ് സ്ട്രൈക്ക്, ഡോക്ടർ എങ്ങാനും മൂവ് ചെയ്താൽ, അനങ്ങിയാൽ അത് അദ്ദേഹത്തെ കൊത്തും. സോ ഹി സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. അതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യനായിരുന്നെങ്കിലും ഒരു കൽപ്രതിമ പോലെ അനങ്ങാതെ ഇരുന്നത്. നമ്പർ 11. In the story, the snake is compared to 3 objects. What are they? കഥയിൽ ഈ കോബ്രയെ 3 ഒബ്ജക്റ്റുമായിട്ട്, വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്ട് ആർ ദേ? എന്തൊക്കെയാണത്? കഥ വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 അതിലധികമോ കമ്പാരിസണൊക്കെ കണ്ടെത്താൻ സാധിച്ചേക്കും. വ്യത്യസ്ത രൂപത്തിലാണ് ഓരോരുത്തർക്കും അത് കണ്ടെത്താൻ സാധിക്കുക. ഉദാഹരണത്തിന്, ദ സ്നേക്ക് ഈസ് കമ്പയർഡ് ടു എ റബ്ബർ ട്യൂബ്. ആദ്യമേ പറയുന്നുണ്ട് പാമ്പ് വീണത് ഒരു റബ്ബർ ട്യൂബ് പതിക്കുന്ന പോലെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഒരു റബ്ബർ ട്യൂബുമായിട്ട് കമ്പയർ ചെയ്യപ്പെട്ടു. പിന്നീട് പാമ്പ് ചുറ്റിയപ്പോൾ കയ്യിൽ വേദന വരുന്ന ഭാഗത്ത് ഒരു ലെഡൻ റോഡ്, ലെഡ് കൊണ്ടുണ്ടാക്കിയ ദണ്ട് ഉണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ലെഡൻ റോഡിനോട്, തിക്ക് നല്ല കനമുള്ള ലെഡൻ റോഡിനോട് താരതമ്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതേ ഭാഗത്ത് പറയുന്നുണ്ട് മോൾട്ടൻ ഫയർ, ഉരുക്കിയ ഇരുമ്പ് അല്ലെങ്കിൽ ലോഹദണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനോട് ഉപമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം എ ബ്യൂട്ടി കോൺഷ്യസ് പേഴ്സൺ, കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്ന സർപ്പം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്ന വ്യക്തികൾ, മനുഷ്യരാണത് ചെയ്യുന്നത്, അതിനോട് ഉപമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Why did he feel that he was a stupid doctor? എന്തുകൊണ്ടാണ് ഡോക്ടർക്ക് സ്വയം താനൊരു വിഡ്ഢിയായ ഡോക്ടർ ആയിരുന്നു എന്ന് തോന്നിയത്? ആൻസർ: He felt so because he did not have any medicine in his room. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാൻ കാരണം തൻ്റെ റൂമിൽ അദ്ദേഹം മരുന്നുകളൊന്നും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. Though he was a doctor, താനൊരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും. If the snake had struck him, what medicine he would have taken? പാമ്പെങ്ങാനും അദ്ദേഹത്തെ കൊത്തിയിരുന്നെങ്കിൽ എന്ത് മരുന്നായിരിക്കും അദ്ദേഹം എടുക്കുക? അദ്ദേഹത്തിൻ്റെ റൂമിൽ, വീട്ടിൽ ഒരു മരുന്നും സൂക്ഷിച്ചിരുന്നില്ല. ഈവൻ ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വയം ഒരു വിഡ്ഢിയായിരുന്നു താൻ എന്ന് അദ്ദേഹത്തിന് തോന്നിയത്. നമ്പർ 13. I was suddenly a man of flesh and blood. പെട്ടെന്ന് ഞാനൊരു മനുഷ്യനായി, ഒരു സാധാരണക്കാരനായിട്ട് മാറി, സാധാരണ മനുഷ്യനായിട്ട് മാറി. എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് മീൻസ് എ നോർമൽ പേഴ്സൺ. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയാനുള്ള കാരണം? വാട്ട് ഡസ് ദ ഡോക്ടർ മീൻ ബൈ ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെയായി മാറി, ഇതുവരെ ഒരു കൽപ്രതിമയായിരുന്നു. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ആൻസർ: When the snake left him and moved towards the mirror. പാമ്പ് അദ്ദേഹത്തെ വിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ he got a chance to escape. അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ ഒരു അവസരം കൈവന്നു. He became active and vigilant to make use of this opportunity and desired to run out of the room. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആക്റ്റീവായി, അതോടൊപ്പം തന്നെ വിജിലൻ്റായി, വളരെ കെയർഫുള്ളായി ഈ അവസരം ഉപയോഗിക്കുന്നതിന് വേണ്ടി, എന്നിട്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടാനും തീരുമാനിച്ചു. ഇതുവരെ കൽപ്രതിമ പോലെ പേടിച്ച് അനങ്ങാതിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എ നോർമൽ പേഴ്സൺ, ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെ അദ്ദേഹം അവസരം മുതലെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നമ്പർ 14. Why did the doctor run to his friend's house? Did the snake harm the doctor? Why? എന്തുകൊണ്ടാണ് ഡോക്ടർ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയത്? പാമ്പ് അദ്ദേഹത്തെ ഉപദ്രവിച്ചുവോ? Why? ഉപദ്രവിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപദ്രവിച്ചില്ല? Answer: The doctor was afraid to stay alone in his room as the snake was still there.
പാമ്പ് അദ്ദേഹത്തെ വിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് പോയെങ്കിലും ഇപ്പോഴും പാമ്പ് റൂമിലുണ്ട്. അതുകൊണ്ട് അവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അദ്ദേഹത്തിന് ഭയമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയത്. The snake did not harm the doctor because soon its attention was distracted from him to its own reflection in the mirror. പാമ്പ് അദ്ദേഹത്തെ വിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി കണ്ണാടിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടപ്പോൾ സ്വയം മറന്ന് ഡോക്ടറിലേക്കുള്ള അറ്റൻഷൻ, ശ്രദ്ധ വിട്ടുപോയി, ഡിസ്ട്രാക്റ്റഡായി, ശ്രദ്ധ മാറിപ്പോയി. അതുകൊണ്ട് പാമ്പ് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, ഉപദ്രവിച്ചില്ല. Number 15. The thief had left behind one thing as a final insult. What was the insult? കള്ളൻ എല്ലാം അടിച്ചു കൊണ്ടുപോയി. ഒരു വസ്തു മാത്രം അവിടെ ഒരു ഫൈനൽ ഇൻസൾട്ട്, അവസാന ഇൻസൾട്ട് പോലെ ബാക്കി വെച്ചിരുന്നു. എന്തായിരുന്നു ആ ഫൈനൽ ഇൻസൾട്ട്? ആ വസ്തു എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അതൊരു ഫൈനൽ ഇൻസൾട്ട് എന്ന് പറയാനുള്ള കാരണം എന്നൊക്കെയാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The thief had not taken the doctor's one dirty vest. ഡോക്ടറുടെ മുഷിഞ്ഞ ഒരു വെസ്റ്റ്, ബനിയൻ മാത്രം ആ കള്ളന്മാർ കൊണ്ടുപോയിരുന്നില്ല. It was so unclean that even a thief was not ready to touch it. അത് വളരെ അൺക്ലീൻ ആയിരുന്നു, വൃത്തിഹീനമായിരുന്നു. അതുകൊണ്ടാണ് ഒരു കള്ളന് പോലും അത് തൊടാൻ തോന്നിയിരുന്നില്ല, സ്പർശിക്കാൻ പോലും തോന്നിയിരുന്നില്ല. ദാറ്റ് വാസ് ദ ഫൈനൽ ഇൻസൾട്ട്. അത്തരം മുഷിഞ്ഞ ഒരു വസ്ത്രമൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം ധരിച്ചിരുന്നത് എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഇൻസൾട്ടായിരുന്നു. ഒരു ഫൈനൽ ഇൻസൾട്ട് അതായിരുന്നു. ഇത്രയുമാണ് ടെക്സ്റ്റ് ബുക്കിലെ ഈ ചോദ്യങ്ങൾക്ക് പുറമെ ഏതാനും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നാം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് അവ കൂടി ഒന്ന് പരിശോധിക്കാം. റീഡ് പാരഗ്രാഫ്സ് 1 to 3 ഫ്രം ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കഥയിലെ 1 മുതൽ 3 വരെ പാസേജുകൾ ശരിയാംവിധം വായിച്ച് മനസ്സിലാക്കി ഈ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് കണ്ടെത്തുക. Question number 1. Has a snake ever coiled itself around any part of your body? Who asked this to whom and when? നമ്മുടെ കഥ ആരംഭിക്കുന്ന ഓപ്പണിംഗ് സെന്റൻസ് ആണിത്. നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? Who asked this? ആരാണിത് ചോദിച്ചത്? To whom, ആരോട് ചോദിച്ചു? And when, എപ്പോൾ ചോദിച്ചു എന്നുള്ളതാണ് ചോദ്യം. Answer. The homeopathic doctor in the story The Snake and the Mirror asked this question. Snake and the Mirror എന്നുള്ള കഥയിലെ സെൻട്രൽ ക്യാരക്ടർ ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് ഇത് ചോദിച്ചത്. To his friends, തൻ്റെ സുഹൃത്തുക്കളോടാണ് ചോദിച്ചത്. When they were discussing snakes, അവർ പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴായിരുന്നു ഇത് ചോദിച്ചത്. Question number 2. Which statement shows that there was a lot of rats in the room? മുറിയിൽ ഒരുപാട് എലികൾ ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പാസേജിലുള്ളത്? ആൻസർ. One could say that rats and I shared the room. ഞാനും എലികളും റൂം പങ്കുവെക്കുകയായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞേക്കാം എന്നൊക്കെ അർത്ഥം വരുന്ന ആ സെന്റൻസ്. Question number 3. I lighted the kerosene lamp. കഥയിലെ ഒരു സെന്റൻസ് ആണിത്. Rewrite this sentence beginning with the kerosene lamp. ഈ സെന്റൻസ് the kerosene lamp എന്ന് തുടങ്ങിക്കൊണ്ട് മാറ്റി എഴുതുക. ഈ സെന്റൻസിൽ I lighted the kerosene lamp എന്നുള്ള സെന്റൻസിൽ I എന്നുള്ളതാണ് സബ്ജക്റ്റ്, ലൈറ്റഡ് വെർബ്, the kerosene lamp ഒബ്ജക്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് ഒബ്ജക്റ്റ് കൊണ്ട് സെന്റൻസ് തുടങ്ങുക എന്നാണ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ആൻസർ. The kerosene lamp was lighted by me. Question number 4. How do you understand that the doctor was in a poor financial condition? ഡോക്ടർ വളരെ സാമ്പത്തികമായ ഒരു പരാധീനത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന സെന്റൻസ് കണ്ടെത്തുക. നമുക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ് ചോദ്യം. ആൻസർ. He had just started his medical practice and in his possession he had only 60 rupees. അദ്ദേഹം തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് കഥയിൽ പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈവശം 60 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. Question number 5. What is the expression one solitary black coat signify? കഥയിൽ പറയുന്ന one solitary black coat അദ്ദേഹത്തിൻ്റെ കോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ബഷീറിന്റെ തമാശ നിറഞ്ഞ ഒരു പ്രയോഗം കൂടെയാണ്. ഏകാന്തത അനുഭവിക്കുന്ന ഏകാന്തപതികനായ ഒരു കറുത്ത കോട്ട്.
ഇത് എന്താണ് നമ്മോട് മനസ്സിലാക്കി തരുന്നത്? ഇതിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം. The word solitary signifies his own loneliness. അദ്ദേഹത്തിന്റെ തന്നെ, അതായത് ഡോക്ടറും ഒറ്റപ്പെട്ടാണ്, ഏകാന്തത അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലോൺലിനെസ്, ഏകാന്തമായ അവസ്ഥയും അത് സൂചിപ്പിക്കുന്നു. ആസ് വെൽ ആസ് ഹിസ് പൂർ ഫൈനാൻഷ്യൽ കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയും അത് സൂചിപ്പിക്കുന്നു. ആസ് ബിക്കോസ് ഹിസ് കോട്ട് ഹാസ് നോ കമ്പാനിയൻ, അദ്ദേഹത്തിന്റെ കോട്ടിനും ഒരു കൂട്ടുണ്ടായിരുന്നില്ല, ഒറ്റപ്പെട്ട കോട്ടായിരുന്നു. ഹി ഹാസ് ഓൺലി വൺ കോട്ട്, അദ്ദേഹത്തിന് ഒരു കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി റീഡ് പാരഗ്രാഫ്സ് 6 to 8 and answer the following questions. Question number 6. Why was the doctor tempted to look into the mirror even in the night? രാത്രി പോലും ആ കണ്ണാടിയിൽ നോക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം എന്താ? Answer. It is natural. One feels tempted to look into a mirror when it is near. ഒരു കണ്ണാടി അരികെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് നോക്കാൻ ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രേരണ ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ, അത് സ്വാഭാവികം മാത്രമാണ്. മോറോവർ, പേഴ്സണലി ഹി വാസ് വെരി ബ്യൂട്ടി കോൺഷ്യസ്. വ്യക്തിപരമായിട്ട് നമ്മുടെ ഡോക്ടർ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു, സൗന്ദര്യബോധമുള്ള ഒരാളായിരുന്നു. ആൻഡ് ഹി അഡ്മയർഡ് ഹിസ് ഓൺ ബ്യൂട്ടി. സ്വന്തം സൗന്ദര്യത്തെയും അദ്ദേഹം ആദരിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് രാത്രി പോലും അദ്ദേഹം കണ്ണാടിയിൽ നോക്കാൻ ഇഷ്ടപ്പെടുന്നത്. Question number 7. What was the important decision he made looking at his face in the mirror? കണ്ണാടിയിൽ തന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്തായിരുന്നു? Answer. He would shave daily and grow a thin mustache to look more handsome. കൂടുതൽ സൗന്ദര്യമുള്ളവനായി കാണപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം നിത്യേന ഷേവ് ചെയ്യും, ഒരു തിൻ മസ്റ്റാഷ്, നേരിയ മീശ വെക്കും എന്ന തീരുമാനമെടുത്തു. That was the important decision. Then next question, what was his another earth shaking decision? അദ്ദേഹം മറ്റൊരു തീരുമാനം എടുക്കുന്നുണ്ട്, ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. അതെന്തായിരുന്നു? Answer. The earth shaking decision was that he would always keep an attractive smile on his face. തന്റെ മുഖത്ത് എപ്പോഴും ആകർഷണീയമായ ഒരു പുഞ്ചിരി കാത്തു സൂക്ഷിക്കും എന്നുള്ളതായിരുന്നു ആ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. Number 9. What was his one notion which persuades him to take those decisions? ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുപ്പിക്കാൻ പ്രേരിപ്പിച്ച ആ നോഷൻ, ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? മാത്രമല്ല, ആൻഡ് ഹി ടോക്സ് അബൌട്ട് ഇറ്റ് റിപ്പീറ്റഡ്ലി. അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പല പ്രാവശ്യം ഈ കഥയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതെന്തായിരുന്നു? ആൻസർ. ഹി വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചുലർ ആൻഡ് എ ഡോക്ടർ ടു എന്നുള്ളതായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം ഒരു അവിവാഹിതനും എല്ലാത്തിനും പുറമെ ഒരു ഡോക്ടറും കൂടെയായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വയം അഭിമാന ബോധമായിരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്നത്. Question number 10. Took a look and made a decision are two phrases used here. ഈ കഥയിൽ ഉപയോഗിച്ച രണ്ട് ഫ്രേസുകളാണിത്. Took a look and made a decision. Write the suitable single word verb forms to replace them. ഈ രണ്ട് ഫ്രേസുകൾക്കും പകരം സിംഗിൾ ആയിട്ടുള്ള വേർബ് ഫോംസ് ഉപയോഗിക്കുക. ആൻസർ. took a look means looked, past tense ആണ്. take a look എന്നുള്ളതാണ് പ്രസന്റ് ഫോം, അപ്പോൾ look എന്നുള്ള മീനിങ് വരും. made a decision എന്നുള്ളതും പാസ്റ്റ് ഫോം ആണ്, മീൻസ് decided. make a decision എന്നുള്ളതാണ് പ്രസന്റ് ഫോം, അപ്പോൾ decide എന്നുള്ള മീനിങ് വരും. Question 11. Read paragraphs 9 and 10 and answer the following questions. What was the lovely thought struck the doctor? ഡോക്ടറുടെ ചിന്തയിലേക്ക് കടന്നു വന്ന മനോഹരമായ ഒരു ആശയം അല്ലെങ്കിൽ ഒരു മനോഹര ചിന്ത എന്തായിരുന്നു? ആൻസർ. The lovely thought was that he would marry a woman doctor with plenty of money and a good medical practice. ധാരാളം പണവും അതുപോലെ തന്നെ നല്ല മെഡിക്കൽ പ്രാക്ടീസുമുള്ള ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കണം എന്നതായിരുന്നു ആ മനോഹരമായ ചിന്ത. Question number 12. Why did the doctor want his wife to be a fat one? ഇതിനൊക്കെ പുറമെ അദ്ദേഹം തൻ്റെ വുഡ് ബി വൈഫ്, ഭാവി വധു, ഒരു ഫാറ്റ് ലേഡി ആയിരിക്കണം, നല്ല തടിയുള്ള സ്ത്രീ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ടാണത്? ആൻസർ. She should not be able to run after and catch him if he made some silly mistakes. ഈ ഡോക്ടർ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്സ്, എന്തെങ്കിലും കുഴപ്പം എന്തെങ്കിലും ചെയ്താൽ, ചെറിയ തെറ്റുകൾ എന്തെങ്കിലും വരുത്തിയാൽ അവൾക്ക് അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടി അദ്ദേഹത്തെ പിടിക്കാൻ കഴിയരുത്.
അങ്ങനെ ഓടാൻ കഴിയാത്ത വിധം ഷീ ഷുഡ് ബി ഫാറ്റ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആഗ്രഹം. ക്വസ്റ്റ്യൻ നമ്പർ 13. നോ സൂണർ ഹാഡ് ഐ ടേൺ ദാൻ എ സ്നേക്ക് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. കഥയിൽ പറയുന്നതാണ്, ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയില്ല, അപ്പോഴേക്കും പാമ്പ് എൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്തു എന്നുള്ള ഈ നെഗറ്റീവ് നോ സൂണർ ദാൻ എന്നുള്ള കൺസ്ട്രക്ഷൻ എക്സാമ്പിൾ സെന്റൻസ്. റീറൈറ്റ് ദിസ് സെന്റൻസ് ബിഗിനിങ് വിത്ത് ആസ് സൂൺ ആസ്. ഈ സെന്റൻസിനെ ആസ് സൂൺ ആസ് എന്നുള്ള പ്രയോഗത്തിലേക്ക് മാറ്റി എഴുതുക. ആൻസർ: as soon as I turned, a snake landed on my shoulder. Question number 14. Find out a word from the passage that means happening or done at the same time. ഒരേ സമയത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന എന്നർത്ഥം വരുന്ന ഒരു സിംഗിൾ വേർഡ് പാസേജിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: സിമൾട്ടേനിയസ് ഈസ് ദ വേർഡ്. ഈ വേർഡ് US ഇംഗ്ലീഷിൽ സൈമൾട്ടേനിയസ് എന്നും ഉച്ചരിക്കാറുണ്ട്. Then read the passage or paragraphs 11 to 14 and answer the following questions. Question number 15. When the snake slithered along his shoulder, how did the doctor react? പാമ്പ് തൻ്റെ ഷോൾഡറിലൂടെ ഇങ്ങനെ സ്ലിതേർഡ് ഇഴഞ്ഞു നീങ്ങിയപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആൻസർ: he did not jump, tremble or cry out. അദ്ദേഹം ചാടി എണീറ്റില്ല, പേടിച്ച് വിറച്ചില്ല, പേടിച്ച് നിലവിളിച്ചതുമില്ല. He sat motionless. അദ്ദേഹം അനങ്ങാതെ നിശ്ചലനായിട്ട് ഇരുന്നു. Question number 16. Why did he sit in the chair like a stone image in the flesh? എന്തുകൊണ്ടാണ് അദ്ദേഹം കസേരയിൽ ഒരു സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്, ജീവനുള്ള മനുഷ്യനാണെങ്കിലും ഒരു ശിലാപ്രതിമ പോലെ ഇരുന്നത്? ആൻസർ: The snake was only 3 or 4 inches away from his face. തൻ്റെ മുഖത്തിൽ നിന്ന് 3-4 ഇഞ്ച് മാത്രം അകലെയായിരുന്നു പാമ്പ് നിലനിന്നിരുന്നത്. If he moved, the snake would bite him. അദ്ദേഹം എങ്ങാനും അനങ്ങിയാൽ പാമ്പ് അദ്ദേഹത്തെ കൊത്തും. So he sat without moving, like a stone image in the flesh. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ശിലാ പ്രതിമ പോലെ, ഒരു കൽ പ്രതിമ പോലെ അനങ്ങാതെ ഇരുന്നത്. Question number 17. The doctor says that though he was turned to stone, his mind was very active. അദ്ദേഹം ഒരു കല്ലായി മാറിയിരുന്നെങ്കിലും, ഒരു കല്ല് പോലെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത്? How do you understand that his mind was active? Sorry, this is the question. അദ്ദേഹത്തിൻ്റെ മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? Answer: in the fright, he did not lose his presence of mind. ഭയത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നില്ല. ഫ്രൈറ്റ് മീൻസ് ഫിയർ. പ്രസൻസ് ഓഫ് മൈൻഡ്, മനസാന്നിധ്യം, അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നില്ല. നല്ല സ്ഥലകാല ബോധം ഉണ്ടായിരുന്നു എന്നർത്ഥം. He did not move or shout. അദ്ദേഹം അനങ്ങിയില്ല, ആർപ്പ് വിളി കൂട്ടിയതുമില്ല, ഷൗട്ട് ചെയ്തതുമില്ല. He thought about God. ആ ഇരിപ്പിലിരുന്ന് അദ്ദേഹം ദൈവത്തെക്കുറിച്ച് ഓർത്തു. If his mind had not been active, അദ്ദേഹത്തിൻ്റെ മനസ്സ് ആക്റ്റീവ് അല്ലായിരുന്നു എങ്കിൽ, അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ, he would have moved. അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ അനങ്ങാതെ ഇരിക്കുമായിരുന്നില്ല, അദ്ദേഹം ചലിക്കുമായിരുന്നു, ഇളകുമായിരുന്നു. And the snake would have bitten him. അങ്ങനെ ഇളകിയാൽ പാമ്പ് അദ്ദേഹത്തെ കുത്തുമായിരുന്നു. അപ്പോൾ ഇളകാതെ സൂക്ഷിച്ചിരുന്ന് പാമ്പ് കൊത്താതെ അദ്ദേഹം സ്വയം സംരക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥലകാല ബോധം, അദ്ദേഹത്തിൻ്റെ മൈൻഡ് ആക്റ്റീവ് ആയിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. Question number 18. Why did he try in imagination to write outside his heart the words "Oh God"? "Oh God" എന്നീ 2 പദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പുറത്ത്, ഹൃദയത്തിൻ്റെ ചുമരുകളിൽ, ഭാവനയിൽ അദ്ദേഹം എഴുതി. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്? ആൻസർ: he tried to write in imagination outside his heart the words "Oh God." അദ്ദേഹം തൻ്റെ ഹൃദയത്തിൻ്റെ ചുമരുകളിൽ ഭാവനയിൽ "Oh God" എന്നെഴുതി. കാരണം he didn't want to say something that God might not like. ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതൊന്നും പറയണ്ട എന്ന് അദ്ദേഹം കരുതി. പറയാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു. കാരണം വൈക്കം മുഹമ്മദ് ബഷീർ, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊന്നും അത്ര ഒരു ദൈവവിശ്വാസികളായിട്ട് പ്രത്യക്ഷപ്പെടാറില്ല.
നല്ല കാലത്ത് ദൈവത്തെ വിളിക്കാത്ത ഒരു വ്യക്തി ഒരു പ്രയാസം വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുന്നതിൻ്റെ ഒരു പരിഹാസം കൂടെയാണിത്. ഇതുവരെ ദൈവത്തെ വിളിച്ചിട്ടില്ല, ഇപ്പോൾ ദൈവത്തെ വിളിക്കുമ്പോൾ ആ ദൈവത്തിന് ദേഷ്യമായിരിക്കും തോന്നുക. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ പാമ്പ് കൊത്തും. അതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കാതെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നല്ല ബ്രൈറ്റ് ലെറ്റേഴ്സ് എന്ന കഥയിൽ പറയുന്നത്, നല്ല തിളങ്ങുന്ന അക്ഷരത്തിൽ തന്നെ ഓ ഗോഡ് എന്നീ 2 പദങ്ങൾ ഹൃദയത്തിൻ്റെ ചുവരുകളിൽ അദ്ദേഹം കുറിച്ചിട്ടു. Question number 19. What did he feel when the snake coiled and stayed on his left hand? പാമ്പ് തൻ്റെ ഇടത് കൈയിൽ ചുറ്റി അവിടെ തന്നെ ഇങ്ങനെ അവിടെ നിന്നപ്പോൾ എന്ത് ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്? എന്താണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്? ആൻസർ: he felt some pain in his left hand. തൻ്റെ ഇടത് കൈയിൽ അദ്ദേഹത്തിന് അല്പം വേദന അനുഭവപ്പെടാൻ തുടങ്ങി. It was as if by a rod made of molten fire. മോൾട്ടൻ ഫയർ, ഉരുക്കിയ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ദണ്ട് കൊണ്ട് ഉണ്ടാക്കിയ, അങ്ങനെ ഒരു ഉരുക്കിയ ലോഹം കൊണ്ടുണ്ടാക്കിയ ദണ്ടിനാൽ ഉണ്ടാകുന്ന വേദന പോലെയായിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. മാത്രമല്ല, ക്രഷിങ് ഹിസ് ആം, തൻ്റെ കൈകളെല്ലാം ഞെരുങ്ങുന്ന പോലെ അതെല്ലാം പ്രസ് ചെയ്ത് അമർത്തി വേദനിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. ആൻഡ് ഹി ഫെൽറ്റ് ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത് ഓഫ് ഹിസ് ഹാൻഡ്, തൻ്റെ കയ്യിൽ നിന്ന് സകല ശക്തിയും ചോർന്നു പോകുന്നത് പോലെയും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് കുഡ് ഐ ഡു? ഒരു ചോദ്യമാണ്. വാട്ട് കുഡ് ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹു ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ടു ഹൂം? ആരാണ് ഈ ചോദ്യം ചോദിച്ചത്? ആരോട് ചോദിച്ചു? വാട്ട് ഇസ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോൺ ആസ് ഇൻ ലിറ്ററേച്ചർ? സാഹിത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? Answer: the homeopathic doctor asked this question himself. നമ്മുടെ സെൻട്രൽ കഥാപാത്രം ഹോമിയോപ്പതിക് ഡോക്ടർ തന്നെയാണ് ചോദ്യം ചോദിച്ചത്. മറ്റാരോടുമല്ല, സ്വയം ചോദിച്ചാണ്, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അതായത് he did not expect an answer from anybody. മറ്റാരിൽ നിന്നും അദ്ദേഹം ഒരു ആൻസർ പ്രതീക്ഷിക്കുന്നില്ല. he asked the question himself. അദ്ദേഹത്തോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു. ഇത്തരം ചോദ്യങ്ങൾക്കാണ് such questions are known as the rhetorical questions in literature. സാഹിത്യത്തിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന പേരിൽ rhetorical question എന്നാണ് ഇത്തരം ചോദ്യങ്ങൾ അറിയപ്പെടുന്നത്. Then next question, read paragraphs 15 to 17 and answer the following questions. Question number 21. Why did the doctor think that death lurked 4 inches away? മരണം 4 ഇഞ്ചുകൾ അകലെ പതിയിരിക്കുന്നു എന്ന് ഡോക്ടർക്ക് തോന്നാൻ കാരണമെന്ത്? Answer: the snake stayed only 4 inches away from his face. 4 ഇഞ്ച് അകലെ മാത്രമായിരുന്നു ആ പാമ്പ് തൻ്റെ മുഖത്ത് നിന്ന് അകലെ നിന്നിരുന്നത്. എന്ന് വെച്ചാൽ പാമ്പിൻ്റെ തലയും ഡോക്ടറുടെ മുഖവും തമ്മിൽ 4 ഇഞ്ച് മാത്രമേ അകലമുണ്ടായിരുന്നുള്ളൂ. If he moved, it would bite him. അദ്ദേഹം ഈ അവസ്ഥയിൽ അനങ്ങിയാൽ പാമ്പ് അദ്ദേഹത്തെ കൊത്തും. And there was no medicine in his room. അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിന് ഒരു പ്രഥമ ശുശ്രൂഷയ്ക്ക് പോലും മരുന്നുണ്ടായിരുന്നില്ല. Question number 22. Seeing the snake look into the mirror, what were the funny thoughts came into the doctor's mind? പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കുന്ന കാഴ്ച കണ്ട് ഡോക്ടറുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഫണി തോട്ട്സ്, രസകരമായ ചില ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ആൻസർ: the funny thoughts came into mind were whether the snake was admiring its own beauty. പാമ്പ് സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു എന്നുള്ള ചിന്ത വന്നു. Whether it was taking a decision about growing a mustache, താൻ കുറച്ച് നേരത്തെ ചിന്തിച്ച പോലെ ഒരു മീശയൊക്കെ വെക്കുന്നതിനെ കുറിച്ച് പാമ്പ് ആലോചിക്കുകയായിരിക്കുമോ? Using eyeshadow and mascara or wearing a vermilion spot on its forehead, അല്ലെങ്കിൽ കണ്ണെഴുതി പൊട്ടുതൊടുന്നതിനെ കുറിച്ചൊക്കെ പാമ്പ് ആലോചിക്കുകയായിരിക്കുമോ എന്നീ ഫണി തോട്ട്സ് ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. Question number 23. Find out a word that is opposite in meaning of coiled. Coiled എന്നുള്ള പദത്തിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന ഒരു പദം ഈ പാസേജിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ: unwound is the word. unwound, ചുറ്റഴിച്ചു എന്നർത്ഥം വരുന്ന ആ പദമാണ് coiled എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. Question number 24. I did not know anything for certain. ഈ ഒരു സെൻറ്റൻസ് കഥയിൽ നിന്നെടുത്തതാണ്. Rewrite the sentence using nothing in place of anything. ഈ സെൻറ്റൻസിലെ
എനിത്തിങ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നത്തിങ് എന്ന് ചേർത്തുകൊണ്ട് മാറ്റി എഴുതുക. ആൻസർ: I knew nothing for certain. Question number 25. What did the doctor think about the possible reason why the snake moved closer to the mirror, leaving him? തന്നെ വിട്ട് പാമ്പ് കണ്ണാടിയുടെ അരികിലേക്ക് പോയതിനെ കുറിച്ച് സാധ്യതയുള്ള എന്തുകൊണ്ടായിരിക്കും, പോസിബിൾ റീസൺസ്, സാധ്യതയുള്ള കാരണങ്ങൾ, പാമ്പ് എന്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത് എന്നാണ് ഈ ഡോക്ടർ കരുതുന്നത്. ആൻസർ: Perhaps the snake wanted to enjoy its reflection at closer quarters. കുറച്ചുകൂടെ അടുത്ത് നിന്ന്, ക്ലോസർ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അരികെ നിന്നുകൊണ്ട് പാമ്പിന്റെ സൗന്ദര്യം അതിനെ ആസ്വദിക്കണം എന്നത് ആഗ്രഹിച്ചിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം പാമ്പ് അങ്ങോട്ട് പോയതെന്നാണ് അദ്ദേഹം കരുതിയത്. Question number 26. Read paragraphs 18 to 20 and answer the following questions. Why did each of them have a sigh of relief? കഥയിലെ ഡോക്ടറുടെ സുഹൃത്തുക്കളെല്ലാം കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവരെല്ലാവരും എ സൈ ഓഫ് റിലീഫ്, ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പിട്ടു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്? ആൻസർ: എവരിബഡി വാസ് വെരി ആങ്ഷ്യസ് ടു നോ ഹൗ ദ ഷോക്കിംഗ് മൊമെന്റ്സ് ഹാഡ് എൻറ്റർഡ്. കഥ കേട്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഭീകരമായൊരു അവസ്ഥ, ഒരു ഷോക്കിംഗ് മൊമെന്റ്സ് അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ ഷോക്കിംഗ് മൊമെന്റ്സ് എങ്ങനെയാണ് അവസാനിച്ചത് എന്നറിയാൻ they were anxious, അവർ ആകാംക്ഷ ഭരിതരായിരുന്നു. When they knew the snake left the doctor and he escaped without any harm. കുഴപ്പമൊന്നുമില്ലാതെ ഡോക്ടർ രക്ഷപ്പെട്ടു, അവസാനം പാമ്പ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ വിട്ടേച്ച് പോയി എന്നൊക്കെ മനസ്സിലായപ്പോൾ they all relieved. അവരുടെ ആ ഷോക്കിംഗ് മൊമെന്റ്സിൽ അവർക്കൊരു റിലീഫ്, ആശ്വാസം ലഭിച്ചു. അതിൻ്റെ പ്രകടനമായിരുന്നു ആ സൈ ഓഫ് റിലീഫ്, ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ്. Question number 27. The doctor said, God willed otherwise. What was his wish against God's will? ദൈവം നേരെ മറിച്ചാണ് വിധിച്ചത്, ദൈവത്തിൻ്റെ വിധി നേരെ മറിച്ചായിരുന്നു എന്ന് കഥയിൽ പറയുന്നുണ്ട്. ദൈവവിധിയുടെ എതിരായിക്കൊണ്ട് ഡോക്ടർ എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ആൻസർ: He wished to marry a fat woman who would not be able to chase him. തന്നെ ഓടി പിന്തുടർന്ന് പിടിക്കാനൊന്നും പറ്റാത്ത വിധം ഒരു ഫാറ്റ് വുമൺ ആയിരിക്കണം തൻ്റെ ഭാര്യ. അങ്ങനത്തെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. But actually he married a thin reedy woman with a gift of a sprinter. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു തിൻ റീഡി വുമൺ, വളരെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ, നല്ല ഒരു സ്പോർട്സ് താരത്തിൻ്റെ, ഒരു ഓട്ടക്കാരിയുടെ കഴിവുകളുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടി വന്നത്. അതായിരുന്നു ആഗ്രഹിച്ചത്. മറ്റൊന്ന് ദൈവം വിധിച്ചത് നേരെ മറിച്ചു. Question number 28. Someone asked, Doctor, when you ran, did the snake follow you? A direct question ആണ്, a direct speech. Doctor said, മറുപടി പറഞ്ഞു ഡോക്ടർ, I ran till I reached a friend's house. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തുന്നത് വരെ ഞാൻ ഓടി. അതും ഒരു ഡിറക്റ്റ് സ്പീച്ച് സെൻറ്റൻസ് ആണ്. Then question, what did someone ask the doctor? ആരോ ഡോക്ടറോട് എന്താണ് ചോദിച്ചത്? Question B, what was the doctor's reply? ഡോക്ടറുടെ മറുപടി എന്തായിരുന്നു? That means ഇത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഉദാഹരണം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ: Someone asked the doctor whether the snake had followed him when he had run. B, the doctor replied that he had run till he had reached a friend's house. Question 29. The next day when they reached the room, what did they find as a final insult? പിറ്റേ ദിവസം ഡോക്ടറും സുഹൃത്തും ആ റൂമിലെത്തിയപ്പോൾ ഒരു ഫൈനൽ ഇൻസൾട്ട് എന്ന രൂപത്തിൽ എന്തായിരുന്നു അവർ കണ്ടത്? ആൻസർ: The thieves cleared out everything. കള്ളന്മാരെല്ലാം ക്ലിയർ ഔട്ട്, റൂം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. എക്സെപ്റ്റ് എ ഡേർട്ടി വെസ്റ്റ്, അഴുക്ക് പുരണ്ട മുഷിഞ്ഞ ഒരു വെസ്റ്റ്, ഒരു ബനിയൻ ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. വിച്ച് ദേ ലെഫ്റ്റ് ബിഹൈൻഡ് ആസ് ഫൈനൽ ഇൻസൾട്ട്. അത് അവർ ഒരു ഫൈനൽ ഇൻസൾട്ട് എന്ന രൂപത്തിൽ അവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. Question number 30. According to the doctor, what type of a snake was it? ഡോക്ടറുടെ അഭിപ്രായത്തിൽ എന്ത് തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏത് സ്വഭാവമുള്ള
ടൈപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. പാമ്പായിരുന്നു അത്. ആൻസർ, ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. സ്വന്തം ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന ഒരു പാമ്പായിരുന്നു അത്. ഇത്രയുമാണ് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇനി നമുക്ക് ഏതാനും ആക്ടിവിറ്റീസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നത് ശ്രദ്ധിക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ടെക്സ്റ്റ് ബുക്ക് പേജ് 28. ലെറ്റ്സ് റിവിസിറ്റ് എന്നുള്ള ടൈറ്റിലിൽ ടെക്സ്റ്റ് ബുക്കിലെ 28ാമത്തെ പേജിൽ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണത്. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ദീസ് സെൻറ്റൻസസ് ടെൽ യു ദ കണ്ടീഷൻ ഓഫ് ദ നറേറ്റർ. സം ഹിൻസ് ആർ ഗിവൺ. നമ്മുടെ കഥ വായിച്ച് അതിൽ നിന്ന് ഏതാനും സെൻറ്റൻസുകൾ പിക്ക് ഔട്ട് ചെയ്യുക. നമ്മുടെ നറേറ്റർ, കഥ പറയുന്ന ആളുടെ, ദാറ്റ് മീൻസ് ദ ഹോമിയോപാത്സ്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഈ സെൻറ്റൻസുകൾ. ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ 2 ബോക്സിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് അഡീഷണൽ ആയിട്ട് ഇവിടെ ചേർത്തതാണ്. ഇതാണ് വാസ് എഫ്രൈഡ് ഓഫ് ദ സ്നേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ പാമ്പിനെ നല്ല ഭയമുള്ള അവസ്ഥയിലായിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം, ഐ വാസ് ടേൺഡ് ടു എ സ്റ്റോൺ. ഞാനൊരു കല്ല് പോലെയായി എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നതാണ്. ഇനി ബാക്കി അദ്ദേഹത്തിൻ്റെ ഭയത്തെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകൾ കണ്ടെത്തുക. അതുപോലെ തന്നെ മറ്റൊന്ന്, വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. തൻ്റെ അപ്പിയറൻസ്, തൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ, തൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം വളരെയധികം പ്രൗഡായിരുന്നു, അഭിമാനമുള്ള ആളായിരുന്നു. അതിനൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നമുക്ക്, ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഞാൻ കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു എന്നുള്ളതൊക്കെ കഥയിൽ പറയുന്നതാണ്. ഇനി ഇതേ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിമാനം ബോധം പ്രകടമാക്കുന്ന മറ്റ് സെൻറ്റൻസുകൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് എഴുതുക. ദെൻ ഇവിടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണത്, ഇവിടെ ആഡ് ചെയ്തത് മാത്രം വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി. വാസ് നോ ലോങ്കർ എഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്. അദ്ദേഹത്തിന് പാമ്പിന് ഭയമില്ലായിരുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, ഐ ഡിഡിൻ ട്രംബിൾ, ഐ ഡിഡിൻ ക്രൈ ഔട്ട് തുടങ്ങിയ സെൻറ്റൻസുകൾ. ദെൻ മറ്റ് ഇത്തരം സെൻറ്റൻസുകളിൽ കഥയിൽ നിന്ന് കണ്ടെത്തി ഈ കോളം ഫിൽ ചെയ്യുക. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ എടുത്ത് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മുടെ കഥയിൽ നിന്ന് നാം തിരഞ്ഞെടുത്ത് എഴുതി ചേർത്തതാണ് ഇവിടെ. ഇനി ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമുക്കിവിടെ വിശദീകരിക്കാൻ നമ്മുടെ സമയദൈർഘ്യം നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ആൻസർ ചെയ്ത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ആക്ടിവിറ്റിയും പേജ് നമ്പർ സഹിതം PDF ഫോമാറ്റിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഞാൻ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് PDF ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആക്ടിവിറ്റി നമ്പർ 2, ടെക്സ്റ്റ് ബുക്ക് പേജ് 28, 28ാമത്തെ പേജിൽ ആക്ടിവിറ്റി 2. ദ സ്റ്റോറി ഈസ് അബൌട്ട് എ ഫ്രൈറ്റനിങ് ഇൻസിഡൻറ്റ് നറേറ്റഡ് ഇൻ എ ഹ്യൂമറസ് വേ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തനതായിട്ടുള്ള ആ നർമ്മം കലർന്ന രൂപത്തിലാണ്, ഒരു ഭയപ്പാടുള്ള ഭീകരമായ ഒരവസ്ഥ പോലും ചിരിയിൽ ചാലിച്ചുകൊണ്ടാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. വാട്ട് മേക്സ് ഇറ്റ് ഹ്യൂമറസ്? എന്താണ് ഈ കഥയെ ഹ്യൂമറസ് ആക്കുന്നത്, തമാശ നിറഞ്ഞതാക്കുന്നത്? ദ റൈറ്റർ ഹാസ് മെയ്ഡ് യൂസ് ഓഫ് സം സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ് ഇൻ ദ സ്റ്റോറി ടു ബ്രിങ് അബൌട്ട് ഹ്യൂമർ. കഥയിൽ തമാശ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റൈറ്റർ ചില സ്ട്രൈക്കിംഗ് കോൺട്രാസ്റ്റ്, ചില വിപരീത കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിക്ക് ഔട്ട് സച്ച് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം. ആ കോൺട്രാസ്റ്റുകൾ, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, തമാശ ജനിപ്പിക്കുന്നത് നാം എടുത്ത് എഴുതുക. ഒന്നാമത്തെ ഭാഗം, ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ ഈസ്. ഡോക്ടർ ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് കാണിക്കുന്ന സെൻറ്റൻസ്. ഉദാഹരണത്തിന്, ഹി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് ഇസ് പുവർ വിത്ത് എ വെരി മീഗർ ഇൻകം. ഈ അടുത്ത കാലത്ത് പ്രാക്ടീസ് തുടങ്ങിയ ഒരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ വരുമാനം വളരെ കുറവായിരുന്നു. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, അതിൻ്റെ കോൺട്രാസ്റ്റ്, ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ട്സ് ടു ബി. ഏത് തരത്തിലുള്ള വ്യക്തി ആകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഹി വാണ്ട്സ് ടു ബിക്കം റിച്ച് ബൈ മാരിയിങ് എ റിച്ച് വുമൺ ഡോക്ടർ. ഒരു സ്ത്രീ ഡോക്ടറെ, ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ച്, അതും സമ്പന്നയായ ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിനും റിച്ച് ആകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം.
അപ്പോൾ ആ ലേഡി റിച്ച് ആകണം ആൻഡ് ഹാവിങ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഒക്കെ ഉള്ള വരുമാനമുള്ള സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരു ലേഡിയെ കല്യാണം കഴിച്ച് റിച്ച് ആക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അദ്ദേഹം വളരെ പോറാണ്, ആകെ 60 രൂപയാണ് കയ്യിലുള്ളത്. പക്ഷെ ഭാവിയിൽ റിച്ച് ആകണം. ഈ കോൺട്രാസ്റ്റുകളാണ് ഈ കഥയെ തമാശ നിറഞ്ഞതാക്കുന്നത്, ഹ്യൂമറസ് ആക്കുന്നത്. അതുപോലുള്ള മറ്റു ഉദാഹരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ദ പേഴ്സൺ ഹി വാണ്ട്സ് ടു മാരി, അദ്ദേഹം കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തി ഏത് തരത്തിലുള്ളതായിരുന്നു? ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീസ്, അദ്ദേഹം യഥാർത്ഥത്തിൽ കല്യാണം കഴിക്കുന്നത് എങ്ങനെ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഫാറ്റ് വുമണ് കല്യാണം കഴിക്കണം, പക്ഷേ വളരെ മെലിഞ്ഞ് ഒരു ഓട്ടക്കാരിയെ പോലെയുള്ള സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. ദെൻ ഹിസ് തോട്ട്സ് വെൻ ഹി ലുക്സ് ഇൻ ടു ദ മിറർ, കണ്ണാടിയിൽ നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു വന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഹിസ് തോട്ട്സ് വെൻ ദ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം, ഒരുപാട് സുന്ദര സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ മാറി, പാമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലോടി വന്ന ചിന്തകൾ. അപ്പോൾ ആ സന്തോഷമൊക്കെ മാറി വല്ലാത്ത ഭയപ്പാടിൻ്റെ നിമിഷങ്ങൾ വന്നു. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ സെൻറ്റൻസുകൾ ഈ കോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ PDF ഫയൽ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ദെൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞ് നൗ ബേസ്ഡ് ഓൺ വാട്ട് യു ഹാവ് റിട്ടൺ, നിങ്ങൾ എഴുതിയ ഈ സെൻറ്റൻസുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രിപ്പയർ എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദി യൂസ് ഓഫ് കോൺട്രാസ്റ്റ് ഇൻ ദി സ്റ്റോറി ടു ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ. ഈ കഥയിലെ തമാശ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കോൺട്രാസ്റ്റുകൾ, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിപരീതങ്ങൾ, ആഗ്രഹിച്ചതൊന്ന് കിട്ടിയത് മറ്റൊന്ന് എന്ന രൂപത്തിലുള്ള അതെല്ലാം ചേർത്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അതിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി നമ്പർ 3, ടെക്സ്റ്റ് ബുക്ക് പേജ് 29, അതിൽ വന്ന ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ഡിഡ്ന്റ് ഹാം ദ ഹോമിയോപാത്സ്, ഈ കഥയിലെ പാമ്പ് നമ്മുടെ ഹോമിയോപത്ത് അല്ലെങ്കിൽ ആ ഡോക്ടറെ ഡിഡിൻറ്റ് ഹാം, അദ്ദേഹത്തിനെ മുറിവേൽപ്പിച്ചില്ല, അദ്ദേഹത്തിനെ ഉപദ്രവിച്ചില്ല. ദ ഹോമിയോപതി ഇൻ ടേൺ ഡിഡിൻറ്റ് ഹേർട്ട് ഇറ്റ്, നേരെ തിരിച്ചും നമ്മുടെ ഹോമിയോപതി ആ പാമ്പിനെയും ഉപദ്രവിച്ചില്ല. കീപ്പിംഗ് ബഷീർസ് വിഷൻ ഓൺ നേച്ചർ ആൻഡ് ഇറ്റ്സ് ബീയിങ്സ്, കോമന്റ് ഓൺ ദിസ് സ്റ്റോറി. ബഷീറിൻ്റെ ഇത്തരമുള്ള കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ മനുഷ്യൻ പ്രകൃതിയിലെ മറ്റൊരു ജീവിയെ ഉപദ്രവിച്ചില്ല, ആ ജീവി മനുഷ്യനെ തിരിച്ചും ഉപദ്രവിച്ചില്ല. എല്ലാവരും പരസ്പര സൗഹാർദ്ദത്തിൽ പ്രകൃതിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങളും ഒത്തൊരുമിച്ച് ജീവിക്കണം എന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഉദാത്തമായ ആ ആശയമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. ഇത് വ്യക്തമാക്കുന്ന രൂപത്തിൽ ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക. ശ്രദ്ധിക്കുക, ഒരു റൈറ്റപ്പിന് എപ്പോഴും ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. എർത്ത് ഇസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ് എന്നുള്ളൊരു ഹെഡ്ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ആശയം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ PDF കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് എന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കളക്ട് സിമിലർ സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം ഷോയിങ് ദ ഹാർമണി ഓഫ് നേച്ചർ. പ്രകൃതിയിലെ ഹാർമണി, എല്ലാവരും ഒത്തൊരുമിച്ച് സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും ജീവിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ആശയം പ്രകടമാക്കുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള ഇത്തരം സിമിലർ സ്റ്റോറികൾ നിങ്ങളോട് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഉദാഹരണത്തിന് ഭൂമിയുടെ അവകാശികൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ, അതുപോലെ തന്നെയാണ് നാം പഠിച്ച മറ്റൊരു കഥ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ബൈ റസ്കിൻ ബൗണ്ട്. ദെൻ റിഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയ ദ ജംഗിൾ ബുക്ക് സീരീസ്. ഇതൊക്കെ ഇത്തരം കഥകളാണ്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ രസകരമായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചേർത്തതാണ്. ആഫ്റ്റർ ഹാവിംഗ് ഷിഫ്റ്റഡ് ടു എ ന്യൂ ഹൗസ് ദ ഡോക്ടർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ എ ഡയറി അബൌട്ട് ദ ഹോറിബിൾ എക്സ്പീരിയൻസ് ഹി ഹാഡ് in the previous night in the old house. Prepare a likely diary entry. നാം സങ്കല്പിക്കുക, പാമ്പ് വന്ന് ആ ദിവസം അദ്ദേഹത്തിൻ്റെ ആ വീട് വിട്ട് പോയി. പിന്നീട് അവിടെ തിരിച്ചു വന്ന് താമസിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല. അദ്ദേഹം പുതിയൊരു വീട്ടിലേക്ക് താമസം മാറി എന്ന് സങ്കല്പിക്കുക. ആ പുതിയ വീട്ടിലിരുന്നു കൊണ്ട് ആദ്യ ദിവസം തൻ്റെ പഴയ വീട്ടിലെ ആ ഭീകര രാത്രിയെക്കുറിച്ച് ആലോചിച്ച് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കി എന്ന് സങ്കല്പിക്കുക. അത്തരമൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെ ഒരെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾ വായിക്കുക. ദെൻ മറ്റ് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇമാജിൻ ദാറ്റ് ദ ഹോമിയോപ്പത്തിക് ഡോക്ടർ റഷസ് ടു ഹിസ് ഫ്രണ്ട് ആഫ്റ്റർ എസ്കേപ്പിംഗ് ഫ്രം ദ സ്നേക്ക്. പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഓടിപ്പോയി സുഹൃത്തിൻ്റെ അടുത്ത് എത്തി. പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്. ആ സുഹൃത്തും ഈ ഡോക്ടറും തമ്മിലുള്ള ഒരു സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾ തയ്യാറാക്കുക. ഒരെണ്ണം ഇവിടെ അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. ദെൻ
മറ്റൊരെണ്ണം, ഇമാജിൻ ദാറ്റ് ദ ഡോക്ടർ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വർ വാക്കിംഗ് ടു ഹിസ് റൂം ടു റിമൂവ് ഹിസ് തിങ്സ് ഫ്രം ദർ. പിറ്റേന്ന് പുലർച്ചെ ആ സുഹൃത്തും ഡോക്ടറും കൂടെ തൻ്റെ റൂമിലേക്ക് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് വരുന്നത് എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ കരുതുക. They had a chat about the events of the previous night. തലേ രാത്രിയിൽ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് അവർ തമ്മിൽ ഒരു ചാറ്റ്, ഒരു സൗഹൃദ സംഭാഷണം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നു എന്നും കരുതുക. Prepare the likely conversation between them. അത്തരമൊരു കോൺവെർസേഷൻ നിങ്ങൾ തയ്യാറാക്കുക. അതും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള ഈ സ്റ്റോറിയിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ്, അഡീഷണൽ ആക്ടിവിറ്റീസ് എല്ലാം തയ്യാറാക്കി നാം ഇവിടെ വിശദീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ PDF ഫയൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ഡൗൺലോഡബിൾ ആയിട്ടുള്ള ലിങ്ക് നൽകുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന വിശ്വാസം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.